റിട്ടയർഡ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണം എന്നതാണ്. ശ്രീമതി കെ കെ രമ MLA കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുകയാണ്. ശ്രീമതി കെ കെ രമ, ഓരോ ദിവസവും ജയിലിൽ നിന്ന് വരുന്ന വാർത്തകൾ അത് ഞെട്ടിക്കുന്നതാണ്. ഓരോരോ നിയമലംഘനങ്ങളായി പുറത്തു വരികയാണ്. ഇന്നലെ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ഫോൺ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ജയിലിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത. വിനീത, ഈ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു ഞെട്ടലുമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എത്ര പ്രാവശ്യം തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഈ പ്രതികൾ വളരെ കൃത്യമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ ഇവര് ഈ ഫോണൊക്കെ സൂക്ഷിക്കുന്നിരിക്കുന്നത് അവർക്ക് പ്രത്യേകമായിട്ട് അറിയാം. ചില സ്ഥലങ്ങൾ ഈ CCTV ദൃശ്യങ്ങൾക്ക് പതിയാത്ത ചില സ്ഥലങ്ങൾ അവർക്കറിയാം. അവിടെ അവർ ഫോൺ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചർച്ചയിൽ തന്നെ ഇത് പറഞ്ഞിരുന്നു. വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ അത് വളരെ വ്യക്തമാണ്. അതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ജയിൽ അധികാരികളുടെ ഒക്കെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇത് നടക്കുന്നത്. ഇത് ജയിൽ വകുപ്പിന് അറിയാഞ്ഞിട്ടാണോ? ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അറിയാഞ്ഞിട്ടാണോ? എത്ര പ്രാവശ്യമായി ഇത് പറയുന്നു? എന്ത് നടപടിയാണ് ആഭ്യന്തര വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്? ഇപ്പം ഇന്നലെ കൊടിസുനിയുമായി ബന്ധപ്പെട്ട് 3 പേരെ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2 ദിവസമായല്ലോ ചർച്ച ചെയ്യുന്നു. ഇന്നത് പുറത്തു വന്നല്ലോ, ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ. നോക്കൂ, ഇതിനകത്ത് ആ ദൃശ്യം ഇന്നും ഇന്നലെയും ഉള്ളതല്ല. ഞാൻ വിചാരിക്കുന്നു 1-2 ആഴ്ച മുന്നേ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ദൃശ്യമാണ്. യഥാർത്ഥത്തിൽ ജയിൽ നിയമപ്രകാരം ഇത്തരത്തിൽ മദ്യപിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർ ജയിലിന് പുറത്തേക്ക് പോകുമ്പോൾ പരിശോധന നടത്തും. ജയിലിലേക്ക് അകത്ത് കയറി വരുമ്പോൾ ഇവർ പരിശോധന നടത്തണം. അവർക്ക് ആ പരിശോധനയിൽ മദ്യത്തിന്റെ മണമോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ അവർക്ക് സാധിക്കും. ഈ ദിവസങ്ങളായിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ മദ്യപിച്ച് നമ്മൾ ദൃശ്യങ്ങൾ കണ്ട വ്യക്തികൾ പുറത്തേക്ക് പോകുമ്പോൾ, ക്രിമിനലുകൾ അകത്തേക്ക് പോകുന്ന സമയത്ത് പരിശോധന നടത്തിയതായിട്ട് എവിടെയെങ്കിലും തെളിഞ്ഞോ? അങ്ങനെ പരിശോധന നടത്തിയിട്ടെങ്കിൽ അവർക്ക് പരോള് പോലും റദ്ദ് ചെയ്യുന്നതിനാണ് നിയമവ്യവസ്ഥ പറയുന്നത്. അവർക്ക് 1 വർഷം വരെ പിന്നീട് പരോള് കൊടുക്കാൻ പാടില്ല. കർശനമായ നടപടികൾ ഉണ്ടാകും. പക്ഷെ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമാണ്. ഈ വകുപ്പ്, ഈ ജയില്, കണ്ണൂർ ജയില് വഹിക്കുന്നത് CPM TP കേസിലെ പ്രതികളാണ്. അവരെ CPM സംരക്ഷിക്കും, അവരെ പാർട്ടി സംരക്ഷിക്കും, അവരെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കും. അതുകൊണ്ട് ഇതിലൊന്നും ഒരത്ഭുതപ്പെടാനില്ല. ഇതിലപ്പുറം വാർത്തകൾ ഇനിയും നമുക്ക് കേൾക്കാനിരിക്കുന്നേയുള്ളൂ. ശ്രീമതി കെ കെ രമ, ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെ സമയത്ത് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ഓരോന്നായി വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയായിരുന്നു. അതിനുശേഷവും മാറ്റങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഏതാനും ചില ഉദ്യോഗസ്ഥരെ, അതും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊന്നുമല്ല, അവിടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തടിയൂരുകയാണ് ചെയ്യുന്നത്. മേൽത്തട്ടിലേക്കുള്ള ഒരു അന്വേഷണം പോലും കൃത്യമായി നടക്കുന്നില്ല എന്നതാണ്. അതുറപ്പാണല്ലോ. ഇതൊരു കണ്ണിൽപ്പൊടിയുടെ നടപടി മാത്രമാണല്ലോ. ഞാനെന്താ പറഞ്ഞത്, അത് ജയിലിലേക്ക് അവർ കയറുമ്പോൾ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ അവരെന്ത് ചെയ്തു? അങ്ങനെ പരിശോധന നടത്തിയിട്ടുണ്ടോ? അതിലെന്ത് നടപടി എടുത്തു? അതൊക്കെ പുറത്തു വരണമല്ലോ. ഇത് വളരെ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പൊടിയിടുകയാണ്. ഈ ഫോണൊന്നും ഇന്നൊന്നും നിലയൊന്നല്ലല്ലോ പിടിക്കുന്നത്. എത്ര കാലമായി ഈ വാർത്തകൾ പുറത്തു വരുന്നത്? നമ്മളിതിന് എത്ര പ്രാവശ്യത്തിൽ ഡിസ്കസ് ചെയ്തു വിനീത? ഇതിനൊരു എന്ത് അർത്ഥമുണ്ട് ഇനി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതില്? ഇതിനൊരു വകുപ്പ് അന്വേഷണം നിന്ന് പ്രഖ്യാപിക്കുന്നതിൽ എന്ത് അർത്ഥമുണ്ട്? പ്രഹസനമാണ് എല്ലാം നടക്കുന്നത്. ഇത് വളരെ കൃത്യമായി ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. ഈ ആഭ്യന്തര വകുപ്പിന് ഇനി അവിടെ തുടരാൻ പോലും അർഹതയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതാണ് ഇനി വേണ്ടത്. ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അർഹതയില്ല, അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന് തെളിയിക്കുന്നത്. വളരെയധികം നന്ദി. ശ്രീമതി കെ കെ രമയാണ് പ്രതികരിച്ചത്.